കണ്ടിരിക്കാനാണ് ഞങ്ങൾ ക്ഷത്രിയന്മാരെന്ത് ചെയ്യണത്? ആയുധം ധരിക്കണത്. ഒരു ദിക്കിൽ എന്ത് പാട്. ഇപ്പോൾ പോലീസുകാരുടെ കയ്യിൽ വടി ഉണ്ടാവും, പട്ടാളക്കാരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടാവും. എന്തിനത് കൊണ്ടിടക്കണത്? അവരവരുടെ വീട്ടിലും അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെ അടുത്തൊന്നും അതൊന്നും ചെയ്യില്ലല്ലോ. എല്ലാവരോടും വളരെ മനോഹരമായിട്ടല്ലേ പെരുമാറുന്നത്, വളരെ സ്നേഹത്തോടെയൊക്കെയല്ലേ പെരുമാറുന്നത്. പിന്നെ എന്തിനാണെന്നറിയൂ, ഏതെങ്കിലും ദിക്കിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും പ്രജകൾക്ക് ദുരിതം ഉണ്ടാവുക വെച്ചാൽ അതിനവരെന്ത് ചെയ്യും? അതുകൊണ്ട് ശത്രുക്കളുടെ നേരെ പ്രതിക്രിയ ചെയ്യും. കണ്ടിട്ടില്ലേ? ഇതിനാണ് ആയുധം ധരിക്കുന്നത് സീതയെ. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? ഈ ആയുധത്തിൻ്റെ കാര്യത്തിൽ സംശയിക്കരുത് കേട്ടോ. അതുകൊണ്ട് ഇതാണ് കഥ. അപ്പോൾ ഇത് കേട്ടപ്പോൾ സീത പറയുകയും ചെയ്തു, നന്നായി, സന്തോഷമായി. എന്താ വെച്ചാൽ എനിക്കത് വലിയ ഇഷ്ടമായി. അങ്ങനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ തീർന്നു കിട്ടി ആർക്ക്? സീതയ്ക്ക്. പക്ഷെ രാമന് സംശയമൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു ശങ്ക വരാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ രാമൻ്റെയും സീതയുടെയും കൂടി വർത്തമാനം നമ്മൾ ഒരു അപകടത്തേക്ക് പോവുകയാണോ എന്നൊരു സംശയം, തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, ആർക്ക് തോന്നി? സീതയ്ക്ക് തോന്നി. സീത അത് പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നതുമില്ല. വലിയ ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ പുറപ്പെട്ടതുമില്ല. എന്താ ചെയ്തത്? തനിക്കൊരു തോന്നലുണ്ടായപ്പം അത് വളരെ നല്ല ഭാഷയിൽ ആരെ അറിയിച്ചു? ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അടുത്ത് പറഞ്ഞു. ശ്രീരാമനാണെങ്കിൽ നീ സീത, നീ എനിക്കൊക്കെ എന്ത്, ഞാനൊക്കെ എത്ര പഠിച്ചു, നീ വെറുതെ വേണ്ട ഈ അടുക്കളയത്തെ വർത്തമാനം എന്ന് പറഞ്ഞ് ആരെ പരിഹസിച്ച് പുച്ഛിച്ച് നിന്ദിച്ച് തള്ളിക്കളഞ്ഞില്ല. സീതയെ തള്ളിക്കളഞ്ഞില്ല. സീതയോട് എന്താ പറഞ്ഞത്? വളരെ നന്നായി കുട്ടി, ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. നമുക്കൊരു കഷ്ടം ഉണ്ടാവുന്ന സമയത്ത് നല്ലൊരു വർത്തമാനം പറഞ്ഞെന്ന് സഹായം ചെയ്തില്ലേ, വളരെ നന്നായി, സന്തോഷമായി. എന്നിട്ട് സീത പറഞ്ഞ അഭിപ്രായം അതുപോലെ എടുക്കണ്ടായില്ല. അതിനെ തിരുത്തി സീതയ്ക്ക് അലോഹ്യം തോന്നിയില്ല. രാമന് തന്നെ ഉപദേശിച്ചു എന്നുള്ളൊരു അലോഹ്യം തോന്നിയില്ല. ഇങ്ങനെയാണ് വർത്തമാനം പറയേണ്ടത്. ആര് തമ്മിൽ? ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ. അല്ലാതെ നമ്മുടെ നാട്ടിലത്തെ മാതിരി ഗുണഘോഷ്ടമല്ല ചൊല്ലേണ്ടത്. പൊതുവെ അങ്ങനെയില്ല ഗുണഘോഷ്ടം. 2ൻ്റെ പട്ടിക, 4ൻ്റെ പട്ടിക, 8ൻ്റെ പട്ടിക, 9ൻ്റെ പട്ടിക, 10ൻ്റെ പട്ടിക, പിന്നെ 16ൻ്റെ പട്ടികയിൽ ആണ് രണ്ടാളും നിൽക്കുക. ചൊല്ലി 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 അങ്ങോട്ട് കയറിയിട്ട് ആലോചിച്ച് നോക്കൂ. അങ്ങനെ തർക്കിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും മേന്മ നടിക്കാനും വലിയ വലിയ ഭാവങ്ങൾ പറയാനൊക്കെ സാധിക്കും. അതൊന്നുമല്ല വേണ്ടത്. പരസ്പരം അറിഞ്ഞും പറഞ്ഞും മനസ്സിലാക്കിയും തിരുത്തിയും നേരെയാക്കിയും മുമ്പിലേക്ക് പോണ കുടുംബങ്ങളൊക്കെ നന്നാവും. ഈ പരസ്പര ബഹുമാനം ഉള്ള ബന്ധങ്ങളെ നിലനിന്ന് പോവുള്ളൂ. അല്ലാത്ത ബന്ധങ്ങളൊന്നും നിലനിന്ന് പോവില്ല. ഈ പരസ്പര ബഹുമാനം പറഞ്ഞാൽ കാണുമ്പോഴേക്ക് എണീറ്റ് മുണ്ടിൻ്റെ മടക്കഴിച്ച് നിന്ന് തൊഴണ അതല്ല ബഹുമാനം. പരസ്പര ബഹുമാനം എന്ന് പറഞ്ഞാലേ, ഇപ്പം ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും എന്തുണ്ടാവണം? ഭാര്യയ്ക്ക് എന്ത് തോന്നണം? ദേഹം ഇല്ലേ, തൻ്റെ കൂടെ തന്നെ എത്ര കാലമായിട്ട് തൻ്റെ എല്ലാ നന്മകളും കണക്കാക്കിയിട്ട് തൻ്റെ കൂടെ നിൽക്കണോ, ശരിയല്ലേ എന്നൊരു ബഹുമാനം ആർക്ക് തോന്നണം? ഭാര്യയ്ക്ക് തോന്നണം. ഭർത്താവിന് എന്ത് തോന്നണം? ഇത്ര കാലമായിട്ട് പെൺകുട്ടി പാവം, എത്ര നല്ല ആൾക്കാർ വന്നിട്ടുണ്ടാവും ഇപ്പോൾ അതിനെ കല്യാണം കഴിക്കാൻ, എന്നിട്ടൊന്നും വേണ്ട വെച്ചിട്ട് അപ്പോൾ തൻ്റെ കൂടെ പോകുന്ന സുഖത്തിലുണ്ട് കൂടെ ദുഃഖത്തിലുണ്ട്, എല്ലാറ്റിലും തൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം തൻ്റെ പിൻബലമായിട്ട് നിൽക്കണണ്ടേ. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ കണക്കാക്കണ്ടേ എന്ന് പറഞ്ഞൊരു കണക്കാക്കലിന് ഭാവം ആരുടെ ഉള്ളിലുണ്ടാവണം? ഇത് ഈ 2 ഭാവം ഉണ്ടെങ്കിൽ ഇനിയിപ്പം വേറെ എന്തില്ലെങ്കിലും എന്ത് മുമ്പിലേക്ക് പോവും? ആ ബന്ധം ഭംഗിയായിട്ട് പോകും. അല്ലാതെ നമ്മൾ പറഞ്ഞാൽ മതി സൗന്ദര്യം അല്ലെങ്കിൽ വേറെ അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്, മോശമൊന്നുമല്ല. പക്ഷെ അതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇല്ലേണ്ടവേ, ഒരു പരിധി കഴിഞ്ഞാൽ പോവില്ല. നല്ല ചെറുപ്പത്തിലൊക്കെ കാണുന്ന മാതിരിയൊന്നും ആവില്ലല്ലോ. കുറേ കാലം കഴിയുമ്പോൾ എല്ലാവർക്കും എന്തൊരു വരും? ശരീരത്തിനൊക്കെ മാറ്റം വരും, പലതിനും മാറ്റം വരും, എല്ലാറ്റിനും മാറ്റം വരും. പട്ടത്തെ മാതിരി ഇപ്പോൾ എന്താ വലിയ വേണിയിട്ട് ഓടി നടക്കാൻ പറ്റില്ല, ചാടി ചെയ്യാൻ പറ്റിയ ഒന്നും ശരീരമൊക്കെ മനുഷ്യന്മാരായാലും എല്ലാറ്റിനും വരും. അതൊക്കെ കണക്ക്. അപ്പം അതുകൊണ്ട് ഈ ബാഹ്യമായ ഈ പ്രകാരങ്ങളിൽ നമ്മൾ മനസ്സ് വെച്ചിട്ട് അതാണ് കേവം നിരീക്ഷിച്ചത്, അതിലൊക്കെ ബന്ധം കെട്ടിപ്പടുത്തുണ്ടാക്കി. അതുകൊണ്ടാണ് ഈ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് എന്താവണത്? ബന്ധങ്ങളൊക്കെ വേർപെട്ട് പോണതേ. അർത്ഥം മനസ്സിലാവണില്ലേ? അപ്പം അതല്ല, ആന്തരികമായ ഈ ഒരു പരസ്പരം പിന്തുണയും പരസ്പര പിൻബലവും ഉണ്ടാവണം. അത് കുടുംബത്തിന് നന്മ മാത്രമല്ല, ഇങ്ങനെയൊരു പരസ്പര ബഹുമാനത്തരം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ വളരുന്ന കുട്ടികൾ നല്ല യോഗ്യന്മാരായിട്ട് വളരും. അല്ലാതെ അച്ഛൻ അമ്മയെ തെറി വിളിക്കുക, അമ്മ അങ്ങോട്ട് ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, പരസ്പരം മോശമായിട്ട് സംസാരിക്കുക, പെരുമാറുക, നിന്ദിച്ചും കൊണ്ട് പറയുക, പരിഹസിച്ചും കൊണ്ട് കണക്കാക്കുക, ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ പുറപ്പെടുമ്പോൾ അതാരെയും ബാധിക്കും? കുട്ടികൾക്കും തോന്നും ഇതൊക്കെ ഇങ്ങനെയാണ് വേണ്ടത്, സ്ത്രീകളോടൊക്കെ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാർക്ക് തോന്നും? അച്ഛൻ മോശമായിട്ടാണ് അമ്മയോട് പെരുമാറുന്ന വെച്ചാൽ ഒരു തോന്നൽ വരും. ഇനി അമ്മ മോശമായിട്ടാണ് അച്ഛനോട് പെരുമാറുന്ന വെച്ചാൽ പറയും ഇങ്ങനെയൊക്കെയാണല്ലേ ആണുങ്ങളൊന്നും ഒരു വകതിരിവും കഥയും
എന്നൊരു തോന്നലും വരും. ഇതൊന്നും നല്ല തോന്നലല്ല. ഇത് കുടുംബത്തിൽ നിന്നുണ്ടാവണം ഈ തോന്നലേക്ക്. ഇവർ പുറത്ത് പോകുമ്പോൾ, പുറത്തേക്ക് എടുക്കുമ്പം കുടുംബം മോശമാവും, ആളും മോശമാവും, എല്ലാം മോശമാവും. അപ്പം അതുകൊണ്ട് ഈ ഒരു മട്ടം മതി. അപ്പോൾ ആ ഒരു പരസ്പര ബഹുമാനം കൂടി എന്ന് വെച്ചാൽ ഇതാണ് ശ്രീരാമൻ്റെ നിസ്സാരായൊരു സംഗതിയാണിത്. ഈ ഒരു നിസ്സാരായൊരു സംഗതി പോലും ലോകത്തിനൊരു പാഠമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെടുത്തത്. ഇവിടെ എന്താണ്ടായി വെച്ചാൽ അങ്ങനെ അവിടെ നിന്നൊക്കെ നടന്നു പോന്നു. പോണ വഴിക്ക് എന്താണ്ടായത്, ഈ മഹർഷിമാർ വീണ്ടും കുറേ പേര് വന്ന് തൊഴുതിട്ട് പറഞ്ഞു, ഈ രാക്ഷസന്മാരെ കൊണ്ട് നല്ലോണം ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളാച്ച അവരെ ശപിക്കാറുമില്ല. എന്താ കാരണം? ഞങ്ങൾക്ക് അങ്ങനെ ശപിച്ചിട്ടൊന്നും ശീലമില്ല. ശപിക്കുക പറഞ്ഞാൽ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ മതി. മഹർഷിമാർക്ക് എളുപ്പമുണ്ട്. കാട്ടാളന്മാരും കണ്ടു വരുമ്പോൾ ഇവിടുന്ന് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ പറ്റുള്ളൂ, അവിടുന്ന് നശിച്ചു പോയിക്കോളും. പിന്നെ വിശാത്തി എടുക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ വിശാത്തിയൊക്കെ എടുത്ത് തിരിച്ച് പിടിച്ചൊക്കെ വരുമ്പോഴേക്ക് നമ്മൾ ആര് തിരിച്ച് പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവും. ആ ഒരു ബുദ്ധിമുട്ട് മഹർഷിമാർക്കില്ല. അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ആ തപസ്സിൻ്റെ ശക്തി കൊണ്ട് നിഗ്രഹാനുഗ്രഹ പ്രാപ്തിയുള്ളവരായതുകൊണ്ട് അവർക്കത്. പക്ഷേ ഈ മഹർഷിമാർക്ക് നിഗ്രഹാനുഗ്രഹ ശക്തിയൊക്കെ ഉണ്ടെങ്കിലും അവരതൊന്നും ഉപയോഗിക്കില്ല. എന്താ കാരണം എന്നറിയൂ? എന്തിനാ വെറുതെ നമ്മൾ കൊതുവിനെ കൊല്ലാനൊക്കെ 47 തോക്ക് വേണോ? അതിൻ്റെ ആവശ്യമില്ല. നിസാറായ അപ്പം ഈ രാക്ഷസന്മാർ ഈ മഹർഷിമാരുടെ തപസ്സിൻ്റെ മഹിമ വെച്ച് നോക്കുമ്പം അത്ര വലിയ കേമന്മാരൊന്നുമില്ല. പക്ഷേ ഈ രാക്ഷസന്മാരെ ഈ നമ്മുടെ തപസ്സുകൊണ്ട് നമ്മൾ നേരെയാക്കേണ്ട കാര്യമില്ല. അതിന് നാട്ടിലൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം എന്ത്? ക്ഷത്രിയന്മാർക്ക് അതിന് അധികാരമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാകുമ്പോൾ, അതിർത്തി തർക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്കെല്ലാം നാരായണൻ നായരുടെ പറമ്പിലും നമ്മുടെ പറമ്പിലും കൂടി ഒരു ദിവസം നോക്കിയപ്പം നമ്മുടെ പ്ലാവ് നാരായണൻ നായരുടെ പറമ്പിൽ രാവിലെ, പിറ്റേന്ന് രാവിലെ നാരായണൻ നായർ എണീറ്റ് നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ പറമ്പിലിരിക്കുന്ന പ്ലാവ് നമ്മുടെ പറമ്പിൽ. രണ്ടു കൂട്ടർക്ക് സംശയം, ഈ പ്ലാവ് എപ്പോഴാണ് ഈ വേലി ചാടുന്നത്? മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ ഒരു തർക്കം. ഒടുക്ക തർക്കം എങ്ങനെയാണ് തീർന്നതെന്ന് അറിയൂ? നാരായണൻ നായർ കണ്ണൂരും ഉണ്ട്, മറ്റേ ഇപ്പോൾ വിയ്യൂരും ഉണ്ട്. പ്ലാവ് അവിടെ തന്നെയുണ്ട്. മനസ്സിലാവണില്ലേ പറയുന്നത്? നമ്മൾ തർക്കം തീർത്തത് എങ്ങനെയാണ്? ഒരുത്ത മഴ എടുത്തു, മറ്റവൻ കൈക്കോട്ടും എടുത്തു. പിന്നെ ഉണ്ടായതാണ് കണ്ണൂരുത്തിയും വിയ്യൂരുത്തിയും കഥ. ആസ്പത്രിയിൽ നിന്ന് നേരെ അങ്ങോട്ടാണ് പോയത്. എവിടേക്ക്? അടി കൂടി, തല്ല് കൂടി, ലഹള കൂടി, ശണ്ഠയായി, തർക്കമായി, വെട്ടായി, മുറിയായി, കുത്തായി, ചീത്തവിളിയായി, തെറിവിളിയായി, പരസ്പരാലോഹിയായി, ഇങ്ങനെയൊക്കെയല്ലേ തീർക്കണത്. നമ്മളങ്ങനെയും തീർക്കാൻ പാടില്ല. അപ്പം എന്തൊക്കെ തർക്കം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഭാഷയിൽ പറഞ്ഞാൽ തീരും വെച്ചാൽ പറഞ്ഞ് തീർക്കുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടും കാലുകൊണ്ടും അല്ലെങ്കിൽ മഴ കൊണ്ടും ചൂലുകൊണ്ടും വടികൊണ്ടും കൈക്കോട്ട കൊണ്ടും തീർക്കുകയല്ല വേണ്ടത്. അതിനാണ് നാട്ടിലൊരു നിയമ സംവിധാനം ഉണ്ടേ. ഇതിനൊക്കെ ഒരു നിവൃത്തി ഉണ്ടാക്കുന്ന നിയമല്ലേ? കോടതിയിൽ പരാതി കൊടുക്കണം. അപ്പോൾ അവിടെ നിന്നൊരു തർക്കത്തിനൊരു പരിഹാരം ഉണ്ടാവും. ഒരു കോടതി വിധി വരില്ലേ? അപ്പോൾ ഒരു അംഗീകാരിയായ വിധി വരും. അപ്പോൾ നമുക്ക് എന്ത് വരും? തർക്കം തീരും. അല്ലാതെ ഇതിൻ്റെ പേരും പറഞ്ഞ് തമ്മി തല്ലി അങ്ങനെ ഇങ്ങനെ വെട്ടി കയ്യും കാലും ഒടിച്ച് ചത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് തീർക്കേണ്ടവരാണ് കോടതിയും പോലീസും. ഇങ്ങനത്തെ നിയമവ്യവസ്ഥ നമ്മൾക്കത് ചെയ്യാൻ അധികാരാവകാശം ആര് തന്നിട്ടില്ല? നിയമവ്യവസ്ഥയിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എന്ത് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ കലാപങ്ങളോ അല്ലെങ്കിൽ കലഹങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പോലീസൊക്കെ ഇങ്ങനെ റോഡിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വലിയ കോളാമ്പി കൂടി വിളിച്ചു പറയും. എന്താ പറയുന്നത്? ആളുകൾ സംയമനം പാലിക്കേണ്ടതാണ്, ഊഹാപോഹങ്ങൾക്ക് വശംവദരാവരുത്, ആരും നിയമം കയ്യിലെടുക്കരുത്. ഈ 3 വാചകം നിർബന്ധമായിട്ട് പറയുവർ. എന്താ പറയുക? ആരും പ്രകോപിതരാവരുത്, ഊഹാപോഹങ്ങളാരും പ്രചരിപ്പിക്കരുത്, നിയമം കയ്യിലെടുക്കരുത് എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ? നിയമം കയ്യിലെടുക്കുക പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ ഉപദ്രവിക്കാൻ പുറപ്പെട്ടല്ലോ. ഓരോരുത്തർ പരസ്പരം തുടങ്ങി എന്താവും നാട്ടിൽ? ലഹളയോ. അപ്പം അതുകൊണ്ടാണ് നിയമം കയ്യിലെടുക്കരുത് പറയുന്നത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പ്രകോപിപ്പിക്കണം, നോണ പറഞ്ഞത് കേട്ട് വിശാത്തിയായിട്ട് ചാടി പുറപ്പെടാനൊന്നും ഒരുങ്ങരുത്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പഴയ കാലത്തായാലും ഇപ്പോഴായാലും. അപ്പം അതുകൊണ്ട് ഈ മഹർഷിമാരെ ഞങ്ങൾ ആരെയും ശപിക്കാറൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? രക്ഷണസ്ത്വം സഹഭ്രാത്ര ത്വന്നാഥാഹി വയം വനേ. ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ പരിപാലിക്കണം. കാട്ടിൽ ഞങ്ങളിങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. അപ്പം ഈ മുനിമാർ ഈ വിധം പിന്നെയും വന്നിങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ശ്രീരാമൻ ആ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്തു? നല്ലോണം മനസ്സിരുത്തി ആയിക്കോട്ടെ വേണ്ടത് ചെയ്യാമെന്നും പറഞ്ഞു. സീതയുടെ അടുത്ത് സീത പറഞ്ഞ ഉപദേശങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ. സീതയോട് പറയുന്നു. സീതയോട് പക്ഷേ രാമനപ്പോൾ ഒരു വർത്തമാനം പറഞ്ഞത് എന്താണെന്നറിയോ? മമ സ്നേഹാച്ച. സീതേ, എന്നാലും നീ എന്നോട് ഈ വർത്തമാനം പറഞ്ഞത് മമ സ്നേഹാച്ച, എന്നോടുള്ള സ്നേഹം കൊണ്ടും സൗഹാർദ്ദാത് ഇതമുക്കതം, എന്നോടുള്ള ഒരു സൗഹാർദ്ദം സുഹൃത് ഭാവം ഒക്കെ കണക്കാക്കിയിട്ടല്ലേ എന്നോട് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് പരിതുഷ്ടോസ്മ്യഹം സീതേ, സന്തോഷമായിട്ടോ സീതേ. എന്താണെന്ന് വെച്ചിട്ടോ? നഹ്യനിഷ്ടോനുശാസ്യത. അതാണ് അതിൽ പറഞ്ഞ വാചകത്തിൽ പ്രമാണം. എന്താ പറഞ്ഞത്? നഹ്യനിഷ്ടോനുശാസ്യതേ. നല്ലോണം മനസ്സിരുത്തി വെക്കൂട്ടെ. രാമൻ സീതയോട് പറഞ്ഞതാ. എന്തായാലും നീ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല,
നല്ല കാര്യം അത്. എന്താ കാരണം? നമ്മൾ ഒരാൾക്കൊരു ഉപദേശം അങ്ങനെ ചെയ്യൂട്ട് കുട്ടി, ഇങ്ങനെ ചെയ്യൂട്ട് കുട്ടി എന്നൊരു ഉപദേശം കൊടുക്കണു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അയാളോട് നമുക്ക് ഇഷ്ടമുണ്ടെന്നാണേ. നഹ്യ അനിഷ്ടോനു ശാസ്യതേ. രാമൻ പറഞ്ഞ പ്രയോഗ അനിഷ്ട ന അനുശാസ്യതേ. ഇഷ്ടമില്ലാത്തവരെ നമ്മൾ ഉപദേശിക്കാറില്ലല്ലോ എന്ന് വെച്ചാൽ അർത്ഥം. നമുക്കിഷ്ടമില്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യാറില്ല? ഗുണദോഷിക്കാറില്ല. ഗുണദോഷിക്കുമോ? നമുക്കിഷ്ടമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? നല്ലോണം ഗുണദോഷിക്കുകയും ചെയ്യും, ചീത്തയൊക്കെ പറയും, ചിലപ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യും. എന്തിനത്? നമ്മുടെ മക്കളെയൊക്കെ നമ്മളങ്ങനെ പറഞ്ഞ് ഗുണദോഷിക്കില്ലേ? എന്താ കാരണം? അവരോട് വലിയ ഇഷ്ടമാണേ, അതുകൊണ്ടാണ്. അപ്പുറത്തെ വീട്ടിലെ കുട്ടി വേണ്ടാത്തരം കാണിച്ചാൽ നമ്മൾ അതിനെ തൊടില്ല. എന്താ തൊടാത്ത കാരണം? ഇതിൻ്റെ അത്ര ഇഷ്ടം അതിനോട് ഇല്ല. അപ്പം അതുകൊണ്ട് അനിഷ്ടക്കാരെ നമ്മൾ അനുശാസിക്കാറില്ല, ഇഷ്ടമുള്ളവരെ അനുശാസിക്കാറുള്ളൂ. അപ്പം നീ ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഉപദേശം തന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയും? തന്നെ ഉപദേശം കേമായോ മോശമായോ എന്നല്ല, നിനക്ക് എന്നോട് എന്തുണ്ട്? ഇഷ്ടമുണ്ട്, എനിക്കൊരാപത്തുണ്ടാവരുത് എന്നൊരു നമ്മളോട് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കൊഞ്ചി കൊഴിഞ്ഞിങ്ങനെ ഈ പഞ്ചാരിയും പറഞ്ഞ് നടക്കലല്ല ഇഷ്ടം. ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ആരോടാണോ നമുക്ക് ഇഷ്ടമുള്ളത് അദ്ദേഹത്തിന് ആപത്തുണ്ടാവരുത് എന്നുള്ള ആത്മാർത്ഥമായ ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരാണ് എന്ത്? ഇഷ്ടം. മനസ്സിലായില്ലേ? അപ്പം ആർക്കെങ്കിലും നമ്മൾക്ക് ആപത്തുണ്ടാവരുത്, അദ്ദേഹത്തിന് ഒരു ആപത്തും ഉണ്ടാവരുതേ എന്ന ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടെന്ന് കൂട്ടിക്കോളൂ. അദ്ദേഹത്തിനൊരു ദുരിതം ഉണ്ടാവരുത്, ഒരു ആപത്തുണ്ടാവരുത്, നല്ലോണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണേ എന്നാരെങ്കിലും നിരന്തരം അങ്ങനെ കണക്കാക്കുകയോ ഉത്സാഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ അതിന് പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? അവരൊക്കെ നമ്മുടെ ഇഷ്ടക്കാരാ. അല്ലെങ്കിൽ ചെയ്യില്ലല്ലോ, അതാ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എൻ്റെ സദൃശം ചാനുരൂപം ച കുശലം തവ ശോഭനെ, നിൻ്റെ സമ്പ്രദായത്തിന് ചേർന്നതും നിൻ്റെ മഹിമയ്ക്ക് യോജിച്ച മട്ടിലാണ് നീ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നീ ആരാന്നറിയോ? സഹധർമ്മചാരിണീ മേത്വം പ്രാണേഭ്യോപി ഗരീയസി. നീ എൻ്റെ സഹധർമ്മചാരിണിയാ. സഹധർമ്മചാരിണി എൻ്റെ ഭാര്യ. നീ സംശയം വേണ്ട കാര്യത്തിൽ. എന്താ കാരണം എന്നറിയൂ? പ്രാണേഭ്യോപി ഗരീയസി. എൻ്റെ പ്രാണനേക്കാൾ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ? നീ അങ്ങനെയാണ് എൻ്റെ കാര്യത്തിൽ നിൽക്കണതേ. കാണാം പരസ്പര ബഹുമാനത്തിൻ്റെയും ബന്ധത്തെ. ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നഹ്യ അനിഷ്ടോനു ശാസ്യത എന്നുള്ള പ്രയോഗം മറക്കണ്ട. എന്താ കാരണം? ആരെങ്കിലും വന്ന് നമുക്ക് നല്ലത് എന്തെങ്കിലും പറഞ്ഞു തരുമ്പം അദ്ദേഹത്തിനെ കുത്തിക്കൊല്ലാനും അപമാനിക്കാനും ചീത്ത വിളിച്ച് ഓടിക്കാനൊന്നും പോകരുത്. കാരണം എന്താണെന്നറിയൂ? നമ്മളോട് ഇഷ്ടം ഉണ്ടാവുകൊണ്ടാണ് അദ്ദേഹം അതൊക്കെ പറയണത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം കേൾക്കണവരുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ അവരവിടുന്ന് പോന്നു, കുറേ സഞ്ചരിച്ച് പോന്ന് അങ്ങനെ ഒരു പഞ്ചാബ് സരസ് പറഞ്ഞ തടാകം കണ്ടു. തടാകത്തിലൊരു ബഹളമൊക്കെ കേട്ട് അതിൻ്റെ കഥയൊക്കെ കേട്ട് അവർ പോന്നു. അവരവിടുന്ന് പോന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴാണ് ജഗാമ ആശ്രമം സ്ഥേഷാം പര്യായേണ തപസ്സിനം. പര്യായേണ ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് വേറൊരു മഹർഷിയുടെ ആശ്രമത്തിൽ, അവിടുന്ന് വേറൊരു ദിക്കിക്ക്, അവിടുന്ന് വേറെ, ഇങ്ങനെ പോന്ന് അവരെന്ത് ചെയ്തു? ഓരോ ആശ്രമം. യേഷാമുഷിതവാൻ പൂർവം സകാശേ സമഹാസ്ത്രവിദ കൊച്ചിൽ പരിദശാൻ മാസാൻ ഏകസംവത്സരം കൊച്ചിൽ. ചില ദിക്കിൽ 10 മാസം താമസിച്ചിട്ടുണ്ട്. ചില ആശ്രമങ്ങളിൽ മഹർഷിമാരുടെ കൂടെ 5 or 10 മാസമൊക്കെ താമസിച്ചിട്ടുണ്ട്. ചില ദിക്കിലാണെങ്കിൽ എന്തേലും ഏകസംവത്സരം, 1 വർഷം താമസിച്ച ആശ്രമമൊക്കെ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഉണ്ടായിച്ചാൽ പറയും കൊച്ചിച്ച ചതുരോ മാസം. ചില ദിക്കിൽ 4 മാസം, കൊച്ചിത് 5 മാസം, അങ്ങനെ 4 മാസം 5 മാസം 1 കൊല്ലം 8 മാസം 10 മാസം 2 കൊല്ലം ഇങ്ങനെയൊക്കെ ആയിട്ട് പോന്ന് നോക്കൂ. 3 മാസാൻ 8 മാസാംശ്ച രാഘവോ ന്യവസൽ സുഖം. അങ്ങനെ രാമാദികൾ ഇങ്ങനെ താമസിച്ച് പോന്നു. ഇപ്പം എന്തായി? തഥാ സംവസതസ്തസ്യ. ഇങ്ങനെ പല മഹർഷിമാരുടെ ആശ്രമങ്ങളിലായിട്ട് താമസിച്ച് പോന്നവരായ രാമ ലക്ഷ്മണ സീതാദേവി അടക്കമുള്ള കൂട്ടരുടെ കാര്യം പറയുക. എന്താ ഉണ്ടായത്? മുനീനാം ആശ്രമേഷു വൈ. മഹർഷിമാരുടെ ആശ്രമങ്ങളിൽ ഇങ്ങനെ താമസിച്ച് പോകുന്നവരെന്തായി? രമതശ്ചാനുകൂല്യേന യയ്യോ സംവത്സരാദശ. 10 കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞു. ഇത്ര വെറുതെ അല്ല കൗസല്യോട് പറഞ്ഞത്. എന്ത് 14 കൊല്ലമൊക്കെ അമ്മേ, 10 കൊല്ലം എത്ര വേഗം കഴിഞ്ഞു. ശരി, 4 കൊല്ലം കഴിയാനാ പാട്. ശരിയല്ലേ? ഇത് വേഗം ഇങ്ങോട്ട് കഴിയൂട്ടോ എന്നും പറഞ്ഞ മാതിരി ഇങ്ങനെ പല ജാതി മഹർഷിമാരുടെ ആശ്രമങ്ങളിൽ താമസിച്ച് ആ വാൽമീകിയുടെ ഒരു ഔചിത്യബോധം നോക്കൂ. ഇല്ലെങ്കിൽ ഇപ്പം ഈ 10 മാസം താമസിച്ചത് ഓരോ ദിവസം വെച്ച് കഥ പറഞ്ഞ് വന്നാൽ നമുക്ക് പ്രാന്താവുക എന്നല്ലാതെ പുസ്തകാര്യം വായിക്കാൻ പോവുമോ? അപ്പം അതാണ് ചുരുക്കേണ്ട ദിക്കിൽ ചുരുക്കും ചെയ്യും, വിസ്തരിക്കേണ്ട ദിക്കിൽ വിസ്തരിക്കും ചെയ്യും. വേദവ്യാസരാ പറയുക സമാസവ്യാസയോഗത. എന്താർത്ഥം? സമാസവ്യാസയോഗത. സമാസം
ചുരുക്കേണ്ടത് ചുരുക്കിയിട്ടും വിസ്തരിക്കേണ്ടത് വിസ്തരിച്ചിട്ടും അങ്ങനെയാണ്. ഈ പറയുമ്പോൾ ഒക്കെ നമ്മൾ അങ്ങനെ വേണം. ചിലതൊക്കെ നല്ലോണം വിസ്തരിക്കണം, ചിലത് അത്ര വിസ്തരിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഈ 10 മാസം പല ദിക്കിലായിട്ട് താമസിച്ച് കഴിച്ചു കൂട്ടി അവരങ്ങനെ പോന്നു. അവസാനം എന്താണ്ടായത്? പരിവൃത്യ ച ധർമ്മജ്ഞോ രാഘവ സഹ സീതയാ സുതീഷ്ണസ്യാശ്രമം ശ്രീമൻ പുനരേവാജഗാമഹ. വീണ്ടും ഈ 10 കൊല്ലം കഴിഞ്ഞ കൂട്ടത്തിൽ ഒരിക്കലും വീണ്ടും അവരെവിടെ എത്തി? സുതീഷ്ണന്റെ ആശ്രമത്തേക്ക് തന്നെ എത്തി. സുതീഷ്ണന്റെ ആശ്രമത്തിൽ നിന്നാണ് അവർ പോയത്, ഓർമ്മയുണ്ടോ? എന്നിട്ടൊരു 10 കൊല്ലം പലയിക്കലായിട്ട്. അപ്പോൾ ഈ 10 കൊല്ലം അവരെവിടെയും പർണശാല കെട്ടി താമസിച്ചിട്ടില്ല. മഹർഷിമാരുടെ ആശ്രമങ്ങളിൽ 5ഉം 10ഉം ദിവസവും 10 മാസവും 1 കൊല്ലം 2 കൊല്ലമൊക്കെ ആയിട്ട് താമസിച്ച് പോന്നിട്ടാണ് 10 കൊല്ലം തീർത്തത്. വീണ്ടും അത് തീർന്നതിൻ്റെ ശേഷം സുതീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. പുനരേവാജഗമഹ, അങ്ങോട്ട് ചെന്നു. അപ്പം അവിടെ ചെന്നപ്പം ഈ സുതീഷ്ണ മഹർഷിയോട് ചോദിച്ചു, അസ്മിന്നരണ്യേ ഭഗവാൻ അഗസ്ത്യോ മുനിസത്തമ വസതീതി മയാ നിത്യം കഥാ കഥയതാം ശ്രുതം. ഈ മഹർഷിമാരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ കഴിച്ചു കൂട്ടിയ കാലത്ത് മഹർഷിമാർ പറയണ്ടായി. എന്താ പറഞ്ഞ വെച്ചോ? അസ്മിന്നരണ്യേ ഭഗവാൻ അഗസ്ത്യോ മുനിസത്തമ. ഇക്കാട്ടിലാണത്രേ നമ്മുടെ മഹർഷി അഗസ്ത്യരെ കഴിഞ്ഞോടണതേ, ഇവിടെയാണത്രേ. അങ്ങനെ കേട്ടിട്ടുണ്ടേ. അത് എവിടെ നിശ്ചയുണ്ടോ? നിങ്ങൾക്ക് ആർക്കെ നിശ്ചയുണ്ടോ? മഹർഷി അങ്ങക്ക് അറിയോ ചോദിച്ചു. ആരേ? അഗസ്ത്യരുടെ സ്ഥാനം അറിയോ ചോദിച്ചു. അപ്പം പറഞ്ഞു, നതു ജാനാമിതം ദേശം വനസ്യാസ്യ മഹത്തയ. ഈ കാട് വലിയ കാടായതുകൊണ്ട് അദ്ദേഹം ഇവിടെ എവിടെ താമസിക്കുന്നതിന് ഒരു രൂപവും ഇല്ല. ഈ വലിയ കാടാകുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടാവും. ചെറിയ സ്ഥലമാണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണേ. അപ്പം അതുകൊണ്ട് എവിടെയാണെന്ന് അറിയില്ല. ഒന്ന് പറഞ്ഞു തരാൻ നിശ്ചയുണ്ടോ ചോദിച്ചു. അപ്പം മഹർഷി പറഞ്ഞു കൊടുത്തു. ഞാൻ പറയാ വെച്ചാൽ ഇവിടെ അടുത്തൊരു ദിക്കിൽ ഈ അഗസ്ത്യ മഹർഷിയുടെ സഹോദരൻ ഒരു മഹർഷി ഉണ്ട്, അദ്ദേഹം താമസിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ ചെന്ന് കണ്ടാൽ എന്ത് കിട്ടും? വിവരം നല്ലോണം കിട്ടും, എവിടെ അദ്ദേഹം താമസിക്കണമെന്ന്. എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് അവർ ഒരു യോജന ദൂരെയാണെന്ന് പറഞ്ഞപ്പം അവരവിടെ പോയി. അന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ സുതീഷ്ണാശ്രമത്തിൽ താമസിച്ച് പിറ്റേന്ന് എന്ത് ചെയ്തു? ആ മരക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോയി അവർ ഈ സുതീഷ്ണൻ മഹർഷി പറഞ്ഞ ആ വഴി കൂടെ പോയിട്ട് അവർ അഗസ്ത്യ മഹർഷിയുടെ സഹോദരൻ്റെ ആശ്രമത്തിലെത്തി. അവിടെ ചെന്ന് കഴിച്ചു കൂട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ജ്യേഷ്ഠനായ അഗസ്ത്യർ താമസിക്കുന്ന സ്ഥാനം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്ടായി ചോദിച്ചാൽ അവർ ഈ വർത്തമാനം കേട്ടപ്പോൾ അഗസ്ത്യർ മഹാവിദ്വാനാണേ. അത് ഈ അഗസ്ത്യരെ കുറിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ അഗസ്ത്യർ കുറേ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ്. ഈ വലിയ വലിയ കാര്യങ്ങൾ പണ്ടൊരിക്കൽ എന്താണ്ടാ വെച്ചാൽ ഈ വാതാപി ഇല്വലൻ എന്ന് പറഞ്ഞിട്ട് 2 രാക്ഷസന്മാരുണ്ടായിരുന്നു. ഇല്വലൻ വാതാപി എന്ന പേര്. ഇവർ രണ്ടാൾ എങ്ങനെയാ ചോദിച്ചാൽ ഈ വാതാപിയും ഇല്വലിലും കൂടി ഈ ഇല്വലൻ എന്താ ചെയ്യുക വെച്ചാൽ ഇല്വലൻ ഈ വാതാപി രൂപം മാറിയിട്ട് പിന്നെ ആടിൻ്റെ രൂപം ധരിച്ചു വരും. എന്നിട്ട് ഈ ആടിനെ എന്ത് ചെയ്യും? കൊന്നിട്ട് മഹർഷിമാർക്കും ബ്രാഹ്മണർക്കൊക്കെ കൂട്ടാൻ വെച്ച് കൊടുക്കും. ചാത്ത കൂട്ടാനായിട്ട് വിളിക്കും. എന്നിട്ട് സാമ്പാറാണെന്ന് പറഞ്ഞാൽ ആർക്ക് വിളമ്പി കൊടുക്കും? ഈ വാതാപിയെ കൊന്നിട്ട് കൂട്ടാൻ വെച്ച് വിളമ്പി കൊടുക്കും. എന്നിട്ട് ഇവരിത് പറയാണ്ട് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇല്വലിന് എന്ത് ചെയ്യും? ഉറക്ക വിളിക്കും, വാതാപി എന്ന് വിളിക്കും. അപ്പോൾ വാതാപി എന്ത് ചെയ്യും? ഇവരുടെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് ചാടി വരും. അങ്ങനെ വയറ് പൊട്ടിയിട്ട് ആര് ചാവും? ഈ ബ്രാഹ്മണർ മഹർഷിമാരൊക്കെ ചാവും. അങ്ങനെ ചത്ത മഹർഷിമാരൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് അതാണ് പിന്നെ പിറ്റേന്നാൾ മുതൽ കൂട്ടാൻ വയ്ക്കുക. എന്ത്? നമ്മുടെ കൂട്ടാൻ്റെ കഷ്ണത്തിന് ഒരു മുട്ടുണ്ടായിട്ടില്ല ഇതുവരെ. ഇത് പതിവാ. എന്ത്? ചാത്ത കൂട്ടാൻ വിളിക്കും. ഇവരെന്തും ചാത്ത. നമുക്കൊരു കൊല്ലത്തിലൊരു ദിവസം ചാത്ത ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വിളിച്ച് പറ്റിച്ചിട്ടേ അങ്ങനെ ഈ ദുഷ്ടത കാരണം ഇവൻ്റെ ഈ ദുഷ്ടത വലിയ ക്ലേശായി. മഹർഷിമാർ പാവങ്ങൾ, അവർക്കറിയില്ലല്ലോ, ചത്തുപോവല്ലേ. പിന്നെ പുതിയ ആൾക്കാർ വീണ്ടും ഇതിങ്ങനെ ഒരു ദുഷ്ടത ഉണ്ടേ സൂക്ഷിക്കണമെന്ന് പറയാൻ ഒരാളും ഇവിടുന്ന് എന്ത് ചെയ്യാറില്ല. ഇവൻ്റെ ചാത്തോണ്ടാൻ വന്നവരാരും പിന്നെ തിരിച്ചു പോയിട്ട്. അങ്ങനെ ഇത് കേട്ടറിഞ്ഞിട്ട് എന്ത് ചെയ്തു? അഗസ്ത്യരുടെ അടുത്ത് ചില മഹർഷിമാർ പറഞ്ഞു, ഇങ്ങനെ ഒരു ദുഷ്ടത ഉണ്ടേ ഗുരുനാഥ അവിടെ എന്നും പറഞ്ഞു. അഗസ്ത്യർ പറഞ്ഞു, സാരമില്ല, ചാത്തോട്ടാൻ ഞാൻ പോയിക്കോളാം അടുത്ത ദിവസം എന്നും പറഞ്ഞു. ആരും അഗസ്ത്യർ ചാത്തോണ്ടാൻ പോയി. അഗസ്ത്യർ ചാത്തോണ്ടാൻ പോയപ്പോൾ ചാത്ത ഊട്ടെന്ന് മനസ്സിലാവില്ലേ? ശ്രാദ്ധ ഊട്ടണേനെ ചാത്ത ഉണ്ണാനായിട്ട് പോയി. ചാത്തക്കാരനായിട്ട് പോയി. അവിടെ ചെന്നു, വല കെട്ടിരുത്തി കാലൊഴിച്ചു, ഇരുത്തി അലയിട്ടു. ശ്രാദ്ധത്തിന് വിളമ്പിയില്ലോ. വിളമ്പിയ സമയത്ത് ഇതുപോലെ തന്നെ എന്ത് ചെയ്തു? വാതാപിയെ കൂട്ടാൻ വെച്ചാർക്ക് കൊടുത്തു? മഹർഷിക്ക് കൊടുത്തു. മഹർഷിക്ക് കൊടുത്തിട്ട് മഹർഷി വെച്ചാൽ എല്ലാവരും സാമ്പാറാന്ന് തിരിച്ച് കഴിച്ചു. മഹർഷി എന്ത് ചെയ്തു? നല്ലോണം വട്ടിച്ച് തുടച്ച് എന്ന് പറഞ്ഞിട്ട് കഴിച്ചു. ഒക്കെ കഴിഞ്ഞപ്പോൾ മറ്റവൻ ചിരിച്ചും കൊണ്ട് അടുത്തേക്ക് വന്നു. ആര്? ഇല്ലല്ലേ. എന്നിട്ട് ഉറക്ക വിളിച്ചു, വാതാപിയേ എന്ന് വിളിച്ചു. അപ്പം മഹർഷി പറഞ്ഞു, പോയി ഉണ്ണിയേ സാധനം എന്നും പറഞ്ഞു. എന്ത്? അത് പോയി എന്ന്. ഏത്? ഇദ്ദേഹം മഹാകേമനല്ലേ. അദ്ദേഹം ഈ വാതാപിയെ കഴിച്ചതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റേതുണ്ടല്ലോ ഈ ചൂർണം, ആ പൊടിയും തിന്നു. ഏത് പൊടിയും? അത്ര ഫല ആണ്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ.
ഇനി അതൊന്നും പോയി പറഞ്ഞത്ര പലയൊക്കെ അതിലുണ്ടത്ര തിന്നേർന്നു അത്ര അഗസ്ത്യർ അതൊന്നുമല്ല. നമ്മൾ അങ്ങനെ പറയും ദഹനക്കേടൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടം മരുന്നൊക്കെ കഴിച്ചു ദഹനൻ. ഇദ്ദേഹം ഈ വാതാപി അങ്ങോട്ട് കഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു? അദ്ദേഹം മഹാകേമനെ അങ്ങോട്ട് ദഹിപ്പിച്ചു. പെട്ടെന്ന് തന്നെ ദഹിച്ചു പോയി. അപ്പോഴാണ് മറ്റവൻ എന്ത് ചെയ്തത്? വാതാപിയെ നോക്കി. ഏത് വാതാപി? അത് ദഹിച്ചു പോയില്ലേ? അപ്പം അഗസ്ത്യര് പറഞ്ഞു, മോനെ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല, സംഗതി പോയി എന്നും പറഞ്ഞു. അങ്ങനെ ഇല്ലൊലൻ്റെ മുമ്പിൽ നിന്ന് അങ്ങനെ അവറ്റകളെയൊക്കെ ഓടിച്ചു വിട്ടു. ഇങ്ങനെ രാക്ഷസൻ അഗസ്ത്യര അപ്പം ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായില്ലേ? അദ്ദേഹം മഹാകേമനാണ്. ഇദ്ദേഹത്തിന് ഇത് മാത്രമൊന്നുമില്ല, അത് വേറെയും കുറയണ്ടേ. അഗസ്ത്യരുടെ പ്രത്യേകത അത് ഇവിടെ വിസ്തരിച്ചിട്ടില്ല എന്നില്ല. അഗസ്ത്യര് പണ്ട് എന്താ വെച്ചാൽ കാശിയിൽ താമസിക്കുന്ന കാലത്ത് ഒരിക്കൽ അഗസ്ത്യരും ഭാര്യ ലോപാമുദ്രയുണ്ട്. ലോപാമുദ്ര എന്നാ പേര്. ഈ ലോപാമുദ്രയും അഗസ്ത്യരും കൂടി കാശിയിൽ കഴിച്ചു കൂടുന്ന കാലത്ത് ഒരു ദിവസം എന്താ ഉണ്ടായി? നമ്മുടെ ഈ നാരദ മഹർഷി ഹിമാലയത്തിലൊക്കെ സഞ്ചാരം കഴിഞ്ഞ ഒരു ദിവസം വിന്ധ്യപർവ്വതത്തിലേക്ക് ചെന്നു. വിന്ധ്യൻ എന്ന് കേട്ടില്ലേ? വിന്ധ്യപർവ്വതം ഭാരതത്തിന് നടുക്കാണ് വിന്ധ്യപർവ്വതം. ഹിമാലയം വടക്കാ. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് വന്ന നാരദ മഹർഷി വിന്ധ്യപർവ്വതത്തിൽ വന്നപ്പോൾ വിന്ധ്യപർവ്വതം ചോദിച്ചു, മഹർഷേ എവിടുന്നപ്പോൾ വരണേ ചോദിച്ചു. അദ്ദേഹം സഞ്ചാരിയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിമാലയത്തിൽ നിന്ന് വരികയാണെന്നും പറഞ്ഞു. അപ്പോൾ വിന്ധ്യപർവ്വതം ചോദിച്ചു, ഹിമാലയോ അതാരാ ചോദിച്ചു. ഹിമാലയത്തിനെ കേട്ടില്ലല്ലോ നീ, അപ്പോൾ പത്രം വായിക്കാറില്ല ഊവോ ചോദിച്ചു. ആരാതാ ചോദിച്ചു. ഹിമാലയം എന്ന് പറഞ്ഞാൽ വലിയൊരു പർവ്വത കുട്ടിയെ. അപ്പം ഈ അഗസ്ത്യരിത് പറഞ്ഞപ്പം നമ്മുടെ വിന്ധ്യന് ഇഷ്ടമായില്ല. ഈ ചിലരുടെ വലിപ്പത്തരം പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ലല്ലോ. വിന്ധ്യൻ ചോദിച്ചു, ഇത്രയുണ്ടോ ചോദിച്ചു. ഏടാ പൊട്ട, നീ ഇങ്ങനെ നീട്ടിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഹിമാലയമൊക്കെ എത്രയുണ്ട് ചോദിച്ചു. ഇത്രയുണ്ടോ ചോദിച്ചു. പിന്നെ ആര് വളർന്നു? അങ്ങനെ ഈ അഗസ്ത്യരുടെ അതന്നെ ഇവൻ ഇങ്ങനെ വളരുകയാണ്. നാരദ മഹർഷിയുടെ മുമ്പിൽ വിന്ധ്യൻ വളർന്ന് ആകാശം മുട്ടണ മട്ടായി, ആകാശം തൊടുന്നായി. അപ്പോഴാണ് നമ്മുടെ സൂര്യൻ രാവിലെ 8:15 ഇറങ്ങി അങ്ങനെ വരിക മറ്റേ വണ്ടിയിൽ. ആരുടെ? സ്വന്തം വണ്ടിയിൽ അദ്ദേഹം വരിക. സൂര്യൻ ഇങ്ങനെ വരുമ്പോഴാണ് കുറച്ചിങ്ങോട്ട് പോകുന്നപ്പം നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ബ്ലോക്കാണ്, ബൈപ്പാസ് മുഴുവൻ ബ്ലോക്കാണെന്നും പറഞ്ഞു. എന്താ പിന്നെ നേരത്തെ 11 മണിക്ക് ബ്ലോക്ക് ഉണ്ടാവാൻ വഴിയില്ലല്ലോ എന്നും പറഞ്ഞു. നോക്കും മുമ്പിലേക്ക് നോക്കിയപ്പോൾ മുമ്പിൽ റോഡ് കാണാനില്ല, എന്തോ ഒരു ജാതി ഇങ്ങനെ ഉയർന്ന് നിൽക്കുക. വഴിമുട്ടിയേ, സൂര്യൻ്റെ വഴിമുട്ടി. അപ്പോൾ സൂര്യൻ ചോദിച്ചു, അരുണനോട് ചോദിച്ചു, ഇനി എന്താ വിദ്യ, വല്ല ചെറിയ റോഡ് വല്ലതും ഉണ്ടോ കയറി ഇറങ്ങി പോവാൻ? ഒരു വഴിയില്ല, ഒക്കെ മുട്ടിപ്പോയി എന്നും പറഞ്ഞു. അങ്ങനെ ആ വഴിമുട്ടി. സൂര്യനും തേരാളി അരുണനും എവിടെ പെട്ടു? ഹൈവേയിൽ പെട്ടു. അവരവിടെ പെട്ടു, പോവാൻ പറ്റാണ്ടേ. അങ്ങനെ സൂര്യൻ അനങ്ങാൻ പറ്റാണ്ട് അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, മിണ്ടാണ്ടിരിക്കന്നെ. വണ്ടി പോകുമ്പോൾ ബ്ലോക്ക് തീർന്നാലേ പോകാൻ പറ്റുള്ളൂ. അവിടെ കിടന്നു. അപ്പം എന്താ ഉണ്ടായിരുന്നു? സൂര്യൻ അനങ്ങാണ്ടേ. ഇപ്പം സൂര്യസഞ്ചാരം നിന്നപ്പം രാത്രി ഉണ്ടാവാണ്ടേ, പകല് തീരാതെയായി. രാത്രിയുള്ള ഭാഗത്താണെങ്കിൽ വെളിച്ചാവാണ്ടേ, വെളിച്ചായിരിക്കലാണെങ്കിലോ വൈകുന്നേരം ആവാണ്ടേ. ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ട്. ഓഫീസിൽ പോയവരൊക്കെ വൈകുന്നേരം ആവാണ്ട് വീട്ടിൽ പോകാൻ പറ്റാൻ കഷ്ടത്തിലായി. എന്താ കാരണം? 4:30 ആവണ്ടേ, ആവണില്ലല്ലോ. ആണ് കിടന്നുറങ്ങിയ കൂട്ടരാണെങ്കിൽ വെളിച്ചാവാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കഷ്ടത്തിലായി. ആകെ ബുദ്ധിമുട്ട്. നേരം വെളിച്ചായാലല്ലേ കുളിച്ച സന്ധ്യാവന്തനം കഴിച്ച് ഹോമം കഴിക്കാൻ പറ്റുള്ളൂ. ഇത് വെളിച്ചാവാണ്ടേ, ഹോമവും ഇല്ലാണ്ടേ. വൈകുന്നേരം ആവായതുകൊണ്ട് ആൾക്കാർക്ക് കുളി ഇല്ലാണ്ടേ, സന്ധ്യാവന്തനം ഇല്ലാണ്ടേ, ഹോമവും ഇല്ലാണ്ടേ. ദേവന്മാരൊക്കെ പട്ടിണി കിടന്നിട്ട് ദേവേന്ദ്രനെയൊക്കെ കണ്ടാൽ കവിളൊക്കെ ഒട്ടി എന്നും പറഞ്ഞിട്ട് പട്ടിണി കിടന്നിട്ടേ. എന്താ കാരണം? ഇവിടെ വല്ലതും ഹോമിച്ചാലല്ലേ മറ്റവൾക്ക് വല്ലതും കിട്ടുള്ളൂ. നാട്ടിൽ എന്ത് നിന്ന് പോയി. അങ്ങനെ ദേവേന്ദ്രനൊക്കെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പോഷകാഹാരക്കുറവുണ്ടേ എന്നും പറഞ്ഞു. എന്ത് മെലിഞ്ഞു പോയി ഇന്ന്, ആഹാരം പോഷകാഹാരം പോയിട്ട് ആഹാരം പോലും ഇല്ലാതെ അയ്യേ കഷ്ടത്തിലായി, ഒരു കാര്യം നടക്കാണ്ടേന്ന്. അപ്പോൾ ദേവന്മാരെല്ലാവരും കൂടിയിട്ട് അഗസ്ത്യരെ അപ്പോൾ പറഞ്ഞു, അഗസ്ത്യര് വിചാരിച്ച കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട് അഗസ്ത്യരെ കാണാൻ കാശിയിൽ വന്നു. അഗസ്ത്യരോട് പറഞ്ഞു, അഗസ്ത്യരെ അങ്ങൊന്ന് നേരെയാക്കി തരണം, ഈ പർവ്വതമാണ് റോഡ് ബ്ലോക്കാക്കി നിൽക്കണത്. ഇവനെ അവിടുന്ന് റോഡിൻ്റെ മുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയില്ലെങ്കിൽ നമ്മുടെ വണ്ടി പോവില്ല എന്നും പറഞ്ഞു. അപ്പം അഗസ്ത്യരാണെങ്കിൽ അഗസ്ത്യര് കുറച്ച് ദിവസം കാശിയിൽ താമസിക്കാൻ വെച്ചിട്ടാണ് ഭാര്യയായിട്ട് വിത്ത് ഫാമിലി എങ്ങോട്ട് പോകുന്നത്, കാശിയിലേക്ക് വന്നത്. കാശിയിൽ വന്നപ്പോഴേക്ക് ഇവരുടെ വക എന്ത് പരാതി, അങ്ങൊന്ന് നേരെയാക്കി തരണേ. ഒന്ന് വല്ലാത്ത സ്വൈരക്കാരൻ. നമ്മളിപ്പോൾ എന്താ പോലീസുകാരനാ പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യയും കുട്ടികളായിട്ട് ഊട്ടിയിലൊന്ന് പോയതാ. വിളിയോട് വിളി, ഇപ്പോൾ വരണം. എന്ത് വരണമെന്ന്? അദ്ദേഹം പോലീസുകാരനായി എന്നുള്ളൊരു പാപേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സാധു, അദ്ദേഹത്തിന് വലിയ കുട്ടി കുടുംബം, അമ്മ അച്ഛൻ ഭാര്യ എന്നൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ ഒരു സ്വൈരക്കേടോ, അവനവനൊന്ന് സ്വൈരായിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടായി. അദ്ദേഹം വിചാരിച്ച എന്താ അല്ലേ ഈ കാശിയിൽ വന്ന് താമസിച്ചാൽ അങ്ങനെയാ, തടസ്സങ്ങളേ ഉണ്ടാവുള്ളൂ. ശരിയത് എന്താ? കാശിയിൽ വന്നാൽ ഭഗവാൻ എന്തെങ്കിലുമൊക്കെ, കാശിയിൽ താമസിക്കാൻ പോയവർക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് കൊടുക്കും? തടസ്സങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ പോയാൽ അങ്ങനെ തന്നെ. നമുക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും, ഇവിടുന്ന് കഷ്ടപ്പെട്ട് പോയാൽ അവിടെ ചെല്ലുമ്പോഴേക്ക് അയ്യോ പശുവിന് വെള്ളം കൊടുത്തിട്ടില്ലല്ലോ അപ്പം തോന്നും.
ആ ഇനിയിപ്പോൾ അമ്മ എന്താണാവോ ചെയ്യണത്, അച്ഛൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, കുട്ടികൾ ഇനിയിപ്പം ഓ അന്യ നാട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ ചെന്നപ്പോഴാണ് ഈ സാധനങ്ങളുടെയൊക്കെ ഓർമ്മ വന്നതേ. നമുക്ക് സ്വൈരല്ലേ എൻ്റെ. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിക്ക് എന്ത് ചെയ്യും, ഇനിയും വരാലോ പടക്കേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് പോരും. ഇനി ആര് പോണു, അവർ തടസ്സപ്പെടലുണ്ട്. ശരി തന്നെയാണ്. അവർ അഗസ്ത്യരെ നിരീക്ഷിച്ചു, അയ്യോ കഷ്ടമായിരുന്നു. അങ്ങനെ അഗസ്ത്യര് ശരി ഞാൻ ഉത്സാഹിക്കാമെന്ന് പറഞ്ഞ് ലോപാമുദ്രയും കൂട്ടിയിട്ട് തിരിച്ച് തെക്കോട്ട് പോന്നു. തെക്കോട്ട് കാശിയിൽ നിന്ന് തെക്കോട്ട് പോന്നി. കാശിയിൽ നിന്ന് ഗംഗയുടെ കരയിൽ നിന്ന് കാശിയിൽ നിന്ന് തെക്കോട്ട് പോകുന്ന അഗസ്ത്യർ വിന്ധ്യൻ്റെ അടുത്ത് എത്തിയപ്പം വിന്ധ്യപർവ്വതം അഗസ്ത്യരെ കണ്ടപ്പോൾ അഗസ്ത്യരോട് വലിയ ബഹുമാനാണ് വിന്ധ്യന്. വിന്ധ്യൻ എന്തേ ചെയ്തു വെച്ചാൽ അഗസ്ത്യരെ കണ്ടപ്പം അങ്ങോട്ട് വീണ് തൊഴുത് കുമ്പിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പോൾ അഗസ്ത്യരെ പറഞ്ഞു, എൻ്റെ വിന്ധ്യ നീ ഇങ്ങനെ കുത്തനെ പൊങ്ങി നിന്നാൽ ഞാൻ എങ്ങനെയാണ് കുട്ടി അപ്പുറത്തേക്ക് കിടക്കുക, എനിക്കിപ്പോൾ പണ്ടത്തെ മാതിരി കയറ്റം കയറാനൊന്നും വയ്യ, മുട്ട് എന്ത് വയ്യ, പ്രായമായില്ലേ കുട്ടിയെ, പണ്ടത്തെ മാതിരി ഓടിച്ചാടി കയറാനൊന്നും വയ്യ, നീ ഇങ്ങനെ കുത്തനെ പൊങ്ങി നിന്ന് എന്ത് ചെയ്യും ഞാൻ ചോദിച്ചു. ഒന്ന് താഴ്ന്നൂടെടോ നിനക്ക്. അപ്പം ചോദിച്ചു മതിയായോ ചോദിച്ചു. എങ്ങനെ മതിയാവാനാ, നീ ഇങ്ങനെ വലിയ നമ്മൾ ഈ വലിയ കടയിലൊക്കെ പോയാൽ കണ്ടിട്ടില്ലേ, എന്ത് വമ്പിച്ച ആദായ വിൽപ്പന, എന്ത് വിൽപ്പന, വമ്പിച്ച പകുതി വിലക്ക്, എന്ത് വിലക്ക്, നമ്മളെന്ത് ചെയ്യും, വേഗം മുണ്ട മടക്കി കൊടുത്ത് അങ്ങോട്ട് ഓടും. ചോദിച്ചപ്പോഴോ അതിൻ്റെ മുകളിൽ എഴുതിയ വില 2000, കൊടുക്കണതോ 1000. നമ്മൾ 2000 ഉറുപ്പ്യയുടെ സാധനം 1000 ഉറുപ്പ്യക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് വലിയ വായേരെ തിരിച്ചെത്തിയപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു കടലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വില എത്രയെന്നറിയോ, 50 ഉറുപ്പ്യ. ആ 50 ഉറുപ്പ്യയുടെ സാധനത്തിനാണ് ആദ്യം 2000 ഉറുപ്പ്യ ഇപ്പം രാവിലെ വരും എൻ്റെ പണിക്കാരും കൂടി എഴുതി ഒട്ടിച്ചതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് എന്താ ചെയ്ത് പകുതി വിലയ്ക്ക് നമുക്ക്, നമ്മളാച്ച പൊട്ടന്മാരുടെ രാജാവാ, എന്ത് ശരിയല്ലേ ഇത്, വമ്പിച്ച അങ്ങനെയൊക്കെ പറയില്ലേ. അതേപോലെ ഇവനച്ച വല്ലാണ്ട് അങ്ങോട്ട് ഉയർന്നിരുന്നിട്ട് ഇപ്പം കുറച്ച് താഴ്ന്നതുകൊണ്ട് ശരിയാവില്ലല്ലോ, നീ ഇങ്ങനെ താഴ്ന്നാൽ ശരിയാവില്ല, നീ നിൻ്റെ പണ്ടത്തെ ഉയരല്ലേ അമ്മട്ടിലായിക്കോളൂ, അതൊക്കെ വലിയ കുഴപ്പമില്ല, നീ ഇങ്ങനെ നിന്ന വിഷമാണേ. അപ്പോൾ അഗസ്ത്യർ പറഞ്ഞപ്പോൾ ഈ വിന്ധ്യൻ എന്ത് ചെയ്തു, താഴ്ന്ന് തൻ്റെ പഴയ ഉയരല്ലേ ആ പഴയ ഉയരത്തിലായി. ആ പഴയ ഉയരത്തിലായപ്പോൾ മതി 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 ഇത് മതി എന്നും പറഞ്ഞു. അഗസ്ത്യര് നേരെ തെക്കോട്ട് കടന്നു. തെക്കോട്ട് കടന്നിട്ട് ഈ വിന്ധ്യനോട് പറഞ്ഞു, അതേ വിന്ധ്യ, ഞാൻ തെക്കോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും, വരുന്നത് വരെ നീ എന്ത് ചെയ്യരുത്, പൊങ്ങരുത് എന്നും പറഞ്ഞു. അപ്പോൾ വിന്ധ്യൻ പറഞ്ഞു ഞാൻ പൊങ്ങില്ല എന്നും പറഞ്ഞു. അഗസ്ത്യർ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ, അഗസ്ത്യർ ആ വടക്ക് ഭാഗത്തുള്ള സ്വത്തൊക്കെ വിറ്റിട്ട് എന്ത് ചെയ്തു, തെക്കേ ഭാഗത്തിൽ 10 സെൻറ്റ് ഭൂമി വാങ്ങി അവിടെ ഇരുന്ന് നെടുമ്പരിയും പണിന്ന് അവിടെ താമസിച്ചു. വിന്ധ്യപർവ്വതം എപ്പോഴും ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, വരുന്നു. ആര് വരുന്നു, അഗസ്ത്യർ വരുന്നു പറഞ്ഞു. അഗസ്ത്യർ വെച്ചാൽ പിന്നെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുകയും ചെയ്തു, സ്വിച്ച് ഓഫ് ആക്കി, അതുകൊണ്ട് വിളിച്ചാലും കിട്ടില്ല. അപ്പോൾ അഗസ്ത്യർ വരണതും കാത്ത ആരും നിൽക്കണ്ട്, വിന്ധ്യനും അലോഹ്യല്ല, ദേവന്മാർക്ക് സന്തോഷം. അപ്പോൾ ഈ സൂര്യൻ എന്ത് ചെയ്തു, അരുണം പറഞ്ഞു വണ്ടി ബ്ലോക്ക് തീർന്നു, വേഗം വന്നാൽ വേഗം പോകും നമുക്ക്. അങ്ങനെ ഒരു വേഗം അടിച്ച് കയറി പോകുന്ന എന്ത് ചെയ്തു, റോഡിൻ്റെ മുകളിൽ പോയ സമയമൊക്കെ അവർ ഓടിപ്പിടിച്ചു. ആരോടിപ്പിടിച്ചു, നേരം വിളിച്ചായി, വൈകുന്നേരമായി, ദേവന്മാർ ചോറുണ്ടു, നല്ലോണം അടിച്ചു, മുഖമായി, സന്തോഷമായി. അങ്ങനെ ഈ നാട് നേരെ നടക്കാൻ കാരണമായത് ആരാന്നറിയോ, പറഞ്ഞത് കഥ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അഗസ്ത്യർ ഒരു ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായോ, സാധാരണ അത് മനസ്സിലാക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ വലിയ ആളാണ് അഗസ്ത്യരെ. അപ്പം അദ്ദേഹത്തിൽ നിന്ന് കാണാണ്ട പോകാൻ പറ്റുമോ? ഈ വലിയ ആൾക്കാർ ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു വലിയ ആളുണ്ട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അടുത്താ ഒന്ന് കാണുക, നമ്മൾ പോയിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അദ്ദേഹത്തെ സ്വയം കെടുത്തിയിട്ടൊക്കെ പോരും. എന്നുവെച്ചാൽ ഒരു അപൂർവമായ ഭാഗ്യമല്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണത്, അങ്ങനെ ഇത്രയൊക്കെ അടുത്തേക്ക് വന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരാളിവിടെ ഉണ്ടാവുമ്പം കാണുക എന്നൊക്കെ പറയില്ലേ. അതുപോലെ അഗസ്ത്യർ ഇത്ര വലിയൊരാളിവിടെ അടുത്ത് താമസിച്ചിട്ട് അദ്ദേഹത്തെ കാണാതെ കണ്ട് പോയാലോ, കഷ്ടമല്ലേ. അഗസ്ത്യർ എന്ന് കാണണം. അങ്ങനെ അഗസ്ത്യൻ്റെ മഹിമ ഇല്ലലിനെ നമ്മുടെ ഈ വാതാപിയൊക്കെ നേരെയാക്കി, അതുപോലെ സമുദ്രം കുടിച്ചു പറ്റിക്കൊക്കെ ഉണ്ടായി ഇദ്ദേഹം. അങ്ങനെയൊക്കെ ഉണ്ട്, ചില്ലറക്കാരനൊന്നുമല്ല. അങ്ങനെ മഹാത്മാവായ അഗസ്ത്യരെ കാണാനായിട്ട് പുറപ്പെടാമെന്നും പറഞ്ഞ് എന്ത് ചെയ്തു, ഇവരങ്ങോട്ട് ചെന്നു. അവരങ്ങോട്ട് ചെന്ന് അഗസ്ത്യരുടെ സഹോദരനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വർത്തമാനമൊക്കെ വാങ്ങിയിട്ടാണ് അവർ പോയത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ, ആശ്രമത്തിൽ അഗസ്ത്യാശ്രമത്തിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവിടെ പറയണ, നാത്രജീവേൻ മൃഷാവാദി ക്രൂരോ വാ യദി വാ ശഠ നൃശംസഃ പാപവൃത്തോ വാ മുനിരേഷ തഥാവിധ. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ ചുറ്റും എന്തില്ല, നാത്രജീവേൻ മൃഷാവാദി, നുണ പറയണവരൊന്നും ആ ഭാഗത്ത് എവിടെ ഇല്ല, ക്രൂരന്മാരില്ല, പിന്നെ ശഠന്മാർ കടുംപിടുത്തക്കാരില്ല, നൃശംസന്മാർ ദുഷ്ടന്മാരില്ല, പാപവൃത്തന്മാർ പാപം ചെയ്യണ അന്തല്ലാത്ത സമ്പ്രദായക്കാരില്ല, മുനിരേഷ തഥാവിധ. അജാതി സമ്പ്രദായക്കാരനാണ് ആര്, ആ മുനി. ഏത് മുനി,
അഗസ്ത്യർ അത്രയ്ക്ക് യോഗ്യനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചുറ്റും താമസിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് എന്ത് പറ്റില്ല, ആ മട്ടിൽ നടക്കാനൊന്നും പറ്റില്ല. എന്താ കാരണം? ഈ മഹർഷിയുടെ മഹിമ അദ്ദേഹത്തിൻ്റെ ചുറ്റും താമസിക്കുന്ന മഹർഷിമാർക്കും സജ്ജനങ്ങൾക്കും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ വിധത്തിലൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അഗസ്ത്യരെ കാണാനായിട്ട് ചെന്നു. അഗസ്ത്യരെ കണ്ട് തൊഴുത് അവിടെ താമസിച്ചു. അഗസ്ത്യർ എന്താ ചെയ്തത്? നന്നായി നിഷ്ഠ്യാരാമ, ഭാഗ്യായി രാമ കണ്ടത്. കുറേ കാലമായിട്ട് നിരീക്കുക അങ്ങനെയൊന്ന് കാണണം എന്ന്. അതുകൊണ്ട്